നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ബ്രസീൽ ടീമിൻ്റെ ജേഴ്സിയിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. നൈക്കി ഇപ്പം പുതിയ ജേഴ്സി അവതരിപ്പിച്ചിട്ടുണ്ട്. ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് CBF ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിട്ടില്ല. എന്തായാലും വരുന്ന മണിക്കൂറുകളിൽ അതുണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കണം. എന്തായാലും സ്പോൺസർ ആയിട്ടുള്ള നൈക്കി ഇക്കാര്യം ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജേഴ്സിയിൽ മാറ്റമുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. രണ്ട് ജേഴ്സിയിലും, അതായത് മഞ്ഞ ജേഴ്സിയിലും രണ്ടാം ജേഴ്സി ആയിട്ടുള്ള നീല ജേഴ്സിയിലും നെഞ്ചിൻ്റെ ഏതാണ്ട് മധ്യഭാഗത്തായിട്ടാണ് ഇനി ടീമിൻ്റെ എംബ്ലം വരുന്നത്. CBFൻ്റെ എംബ്ലം വരുന്നത് ബ്രസീൽ എന്നതിന് താഴെ എഴുതുന്നു. അതുപോലെ 5 തവണ ലോക ചാമ്പ്യന്മാരായതിനെ സൂചിപ്പിക്കുന്ന 5 നക്ഷത്രങ്ങൾ അതിന് മുകളിലുണ്ടാവും. ഇതിന് മുമ്പൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളത് ഇടതുഭാഗത്ത് ആയിട്ട് ആ ഒരു എംബ്ലം വരുന്നതാണ്. എന്നാൽ അതിൽ മാറ്റം വരുന്നു. 2004 ഇതിനു മുമ്പ് സെൻട്രലായിട്ട് ആ ഒരു എംബ്ലം കൊടുത്തിരുന്നത്. ഇപ്പോൾ 20 വർഷങ്ങൾക്ക് ശേഷം അതിലേക്ക് തന്നെ തിരികെ പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, നീല ജേഴ്സിയിൽ കുറച്ച് വേവ്സ് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില പ്രിൻ്റുകളുണ്ട്. അത് ബ്രസീലിൻ്റെ വിഖ്യാതമായിട്ടുള്ള കോസ്റ്റ് ലൈനിനെ സൂചിപ്പിക്കുന്ന തരത്തിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നൈക്കി അതിനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നത്. എന്തായാലും മാറ്റങ്ങളോടുകൂടി ബ്രസീലിൻ്റെ ജേഴ്സി അവതരിപ്പിക്കുന്നു. വരുന്ന മത്സരങ്ങളിൽ ബ്രസീൽ അത് ധരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോപ്പ അമേരിക്കയിൽ എന്തായാലും പുതിയ ജേഴ്സിയിലായിരിക്കും ബ്രസീൽ കളിക്കാനിറങ്ങുക. ഇപ്പോൾ ബ്രസീലിൻ്റെ മാത്രമല്ല, നൈക്കി മറ്റു ടീമുകളുടെ ജേഴ്സിയും മാറ്റി അവതരിപ്പിച്ചിട്ടുണ്ട്. ഫ്രാൻസ്, നെതർലൻഡ്സ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, പോർച്ചുഗൽ ടീമുകളുടെ ജേഴ്സിയിൽ മാറ്റം വരുത്തിക്കൊണ്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.